ജഡസംഹാരം. നമ്മളിൽ ജഡം മരിച്ചെങ്കിലേ, ജഡീയ സ്വഭാവങ്ങൾ മരിച്ചെങ്കിലേ ആത്മാവ് കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടത്തുള്ളൂ. അപ്പം ജഡം സംഹരിച്ചെങ്കിൽ മാത്രമേ, മരിച്ചെങ്കിൽ. ഇവിടെ വരുന്ന എന്തിനാ? ചെമ്പടുപ്പിൻ്റെ അടുക്കൽ വരുന്ന. പണ്ട് ഈ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഒരു കോഴി എങ്ങാണ് ഓടിച്ചിട്ട് പിടിച്ചോ എങ്കിലും ചെയ്തിട്ട് അതിനെ സ്വോത്രം കറുത്ത് അതിനെ ചൂടുവെള്ളത്തിൽ പൊക്കി സ്വോത്രം പപ്പെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അവർ കാണാൻ തീ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കറക്കണം. അപ്പോൾ പിള്ളേർ ചോദിക്കും എന്തിനാ കറക്കുന്നത് ചോദിക്കുമ്പോൾ അതിൻ്റെ രോമം എല്ലാം ഉണ്ട്, അതെല്ലാം എത്തിയാൻ. അത് നമ്മുടെ കണ്ണിനെത്തിയത്തില്ല, കാണത്തില്ല, അത് കരിയാനാണ്. അപ്പം ഇതാണ് നമ്മുടെ കണ്ണിന് കാണാത്തതുകൂടെ കരിയിക്കുന്ന സാധനമാണ് ആരെ? പരിശുദ്ധാത്മാവ്. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. സ്വത്രം. അപ്പം നമ്മളെ ആരും അറിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ട്, നമ്മുടെ ചിന്ത അറിയുന്നുണ്ട്, നമ്മുടെ മനോഭാവം. ഇനിയും ഒരു 10 വർഷം കഴിയുമ്പം നമ്മളെങ്ങനെ ചിന്തിക്കാൻ പോകുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴേ അറിയാം. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, വല്ല വിധേനെ നിത്യതയിൽ ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. 5-ാം വാക്യം നോക്കി. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടണം, അതിനായി ജഡസംഹാരത്തിനായി ഞാൻ അവനെ. ഈ അധികാരം ആർക്കില്ല? ഈ ലോകത്തിലെ 10,000 രാജാക്കന്മാർ കൂടിയാലും അവർക്കില്ല. പക്ഷേ ബലഹീനരായ, പേരെഴുതാൻ അറിയാത്ത, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഈ അധികാരമുണ്ടെന്ന്. അവൻ്റെ കൂട്ടമാണ് ദൈവസഭ.